തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ 13 വയസ്സുകാരിക്കായുള്ള തെരച്ചിൽ 30-ാം മണിക്കൂറിലേക്ക്. പെൺകുട്ടി കന്യാകുമാരിയിൽ എത്തിയതിന് സ്ഥിരീകരണമില്ല. കുട്ടിയെ കണ്ടെന്ന ഓട്ടോ ഡ്രൈവറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കന്യാകുമാരിയിൽ തെരച്ചിൽ നടത്തിയത്. റെയിൽവേ സ്റ്റേഷനിൽ കുട്ടി എത്തിയതിൻ്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. കൂടുതൽ ഇടങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കും. മാർത്താണ്ഡം, കളിയിക്കാവിള, പാറശാല റെയിൽവേ സ്റ്റേഷനുകളിലും അന്വേഷണം വ്യാപിപ്പിക്കും. അവർ തങ്ങളിലില്ല, ഭാര്യ ഭർത്താവായിട്ടില്ല. ഈ പിള്ളേർ തങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് അവരെ ഇടപെടാറുണ്ട്. അപ്പോൾ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകയും ചെയ്യും. അപ്പോൾ തള്ള ഇത് കണ്ടുകൊണ്ട് തള്ള ആരെങ്കിലുമൊക്കെ തല്ലും. അങ്ങനെയൊക്കെ ഉള്ള സ്വഭാവങ്ങൾ ഡെയിലി മിക്കവാറും ഒക്കെ ഉണ്ട്. ഒക്കെ ആയപ്പോഴാണ് ഈ സംഭവങ്ങൾ അറിയുന്നത്. ഞാൻ വെളിയിലോട്ട് 1 മണിയായപ്പോൾ ഇറങ്ങിയപ്പോൾ ഇളയ കുഞ്ഞ് അവിടെ ചാക്കിൻ്റെ മേലിൽ കിടക്കുന്നു. അപ്പോൾ എന്നാൽ അതിൻ്റെ സ്ഥിരം പണിയാണല്ല എന്ന് വിചാരിച്ച് അങ്ങ് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് തള്ള വന്നിരുന്നു പേങ്ക് കൊന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് എന്തോ പറയാൻ പറ്റും, അവർ വീട്ടിൽ അവരിരുന്ന് പേങ്ക് കൊന്നു, മക്കൾക്ക് പേങ്ക് കൊന്നു കൊടുക്കുക. എല്ലാ പിള്ളേരും ഒരുപോലെ. പിന്നെ നമ്മളുടെ കണ്ട മിണ്ടയൊന്നുമില്ല. പിന്നെ എന്താ അത് ഏതാന്ന് അങ്ങനെ ആക്കിയിട്ട് തലയാട്ടിട്ട് മൂത്ത കൊച്ചു ഒന്നും മിണ്ടിയിട്ടില്ല, ഇന്നോളൂ. ബാക്കി ഈ രണ്ടാമത്തെ കൊച്ചാണെങ്കിൽ ചുമ്മാ ചിലപ്പോൾ ചിരിക്കും, ചിലപ്പോൾ കൊഞ്ഞനം കാണിക്കും. ഇങ്ങനെയൊക്കെ ഉള്ള പണിയൊക്കെ ഉണ്ട്. ഇരിക്കുമ്പോഴത്തേക്ക് എന്താണ് അവരെ കൈ ഇരിക്കുന്നെങ്കിൽ അതെടുത്ത് വെച്ച് അങ്ങ് അടിച്ചു കൊടുക്കും. കുറുക്കല്ലെങ്കിൽ കുറുക്കൽ, തലയിലെ ഇതുകൾ കൊല്ലണത് തന്നെ. കുട്ടികൾ അപ്പോഴും ഓ എന്ന് പറഞ്ഞ് ഒതുങ്ങി അങ്ങ് പോകും. എന്നിട്ട് അവർ തങ്ങളിലടിക്കും. കുട്ടിയായിട്ട് സംസാരിക്കാൻ സാധിച്ചിരുന്നോ? സംസാരിക്കാൻ അങ്ങനെ എനിക്ക് കുട്ടി പൊട്ടിക്കരയുകയല്ല, വിങ്ങി ഇങ്ങനെ കരയുകയായിരുന്നു. കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നു. വസ്ത്രധാരണം കണ്ടിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതുപോലെ എനിക്ക് തോന്നി. പിന്നെ എനിക്ക് തോന്നി അങ്ങനെ പേടി തോന്നി. ഞാൻ ഫോട്ടോ എടുത്തിട്ട് കൂടി എൻ്റെ അടുത്ത് ദേഷ്യഭാവം പോലെ എനിക്ക് തോന്നി. അപ്പൊ ഞാൻ കരുതി എന്നെ ദേഷ്യപ്പെടും എന്ന് കരുതി. അങ്ങനെ ഞാൻ പിന്നെ കൂടുതലൊന്നും ചോദിക്കാത്തത്. ഒരു ഫോട്ടോ മാത്രം എടുത്ത് വെച്ചിരുന്നതാണ്. ഞാൻ എന്നിട്ട് നെയ്റ്റിങ്ങിൽ ഇറങ്ങി ഞാൻ വന്നു, അത്രേ ഉള്ളൂ. ബബിത എത്ര നേരം, ബബിത കറക്റ്റ് എവിടെ നിന്നാണ് ട്രെയിനിലോട്ട് എവിടെ നിന്നാണ് കയറിയത്? കറക്റ്റ് സ്റ്റേഷൻ എവിടെ നിന്നായിരുന്നു ബബിത കയറിയത്? ഞാൻ തമ്പാനൂരിൽ നിന്നാണ് കയറിയത്. ആ കുട്ടിയും തമ്പാനൂരിൽ നിന്നാണ് കയറിയത്. ട്രെയിനിലുണ്ടായിരുന്നു ഒപ്പം. പിന്നെ ഞാൻ നെയ്റ്റിങ്ങര ഇറങ്ങി. അവിടെ അതുവരെ കുട്ടിയും നെയ്റ്റിങ്ങര ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പാറശാലയിൽ എന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരോട് ചോദിച്ചപ്പോ ആ കുട്ടി പാറശാല ഇറങ്ങിയിട്ടില്ല. പിന്നെ ഉള്ള സ്റ്റോപ്പ് കന്യാകുമാരിയാണ്. അവിടേക്കായിരിക്കും കുട്ടി പോയിട്ടുണ്ടാവുക. വേറെ സ്റ്റോപ്പില്ല ഇതിന്റെ ഇടയിൽ. അങ്ങനെയാണ് എന്റെ ഒരു നിഗമനം. ഓക്കെ, ആ കുട്ടിയുടെ അടുത്ത് ആരെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പരിചയക്കാരോ അങ്ങനെ എന്തെങ്കിലും കണ്ടില്ല? അങ്ങനെ ആരെയും കണ്ടില്ല. ഇല്ല. കുട്ടി ആരോട് സംസാരിക്കുന്നതും ചെയ്യുന്നുണ്ടായിരുന്നില്ല. കുട്ടി ഒരു തരത്തിലും സംസാരിക്കാനോ ഒന്നും താല്പര്യപ്പെട്ടില്ലായിരുന്നു? ഇല്ല. ഞാൻ ഫോട്ടോ എടുത്തപ്പോ കൂടി ദേഷ്യപ്പെടുന്ന പോലെ തോന്നി. അല്ലെങ്കിൽ ഞങ്ങൾ സംസാരിക്കാനോ, ഞങ്ങള് ബാക്കി അവിടെ ഉണ്ടായിരുന്നൊക്കെ 1-2 ചേട്ടന്മാരാണ്. അപ്പൊ എന്നിട്ട് കൂടെ ഞങ്ങൾക്ക് സംസാരിക്കാനോ അങ്ങനെയൊന്നും കുട്ടി ശ്രമിച്ചിരുന്നില്ല. അപ്പൊ ഞാൻ കരുതി സ്ഥിരം പോയിട്ട് വരുന്ന ഒരു കുട്ടിയായിരിക്കാം, എന്തെങ്കിലും കാരണം കൊണ്ട് കരയുന്നതായിരിക്കാം എന്നാണ് കരുതിയത്. ഓക്കെ, കുട്ടിയുടെ കയ്യിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തില് നമുക്ക് സംശയകരമായി തോന്നുന്ന സാഹചര്യം എന്തെങ്കിലും തോന്നിയിരുന്നോ? അറിയുന്നു. പിന്നെ ഒരു വീട്ടിട്ടിരുന്ന ഡ്രസ്സ്, അതാണ് ഞാൻ ശ്രദ്ധിച്ചത്.